ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. റൂമിലിരിക്കുന്ന നിധി ഓർക്കുകയാണ് സുഭാഷ് സന്തോഷത്തോടു കൂടി തന്നോട് സംസാരിച്ചത്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയതും ചിരിക്കുന്നതും ഒക്കെ. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, സുധീഷിനെ വിളിച്ച് സംസാരിച്ചാലോ. അങ്ങനെ നിധി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ സുധീഷ് ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് ഹോൾഡ് ഇരിക്കുകയാണ്. നിധി സുധീഷിനെ വിളിക്കുന്നുവെങ്കിലും സുധീഷ് അത് കേൾക്കുന്നതേയില്ല. വീണ്ടും വീണ്ടും നിധി സുധീഷിനെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി സുധീഷ് ചോദിക്കുന്നു, എന്താ? ഒരു മിനിറ്റ്, അകത്തേക്ക് വന്ന് നിധി പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ പറഞ്ഞായിരുന്നല്ലോ? അത് ഞാൻ ശരിക്കും കേട്ടില്ല. അപ്പൊ നിധി പറയണ, അകത്തേക്ക് വരാനാ പറഞ്ഞേ. ശരി, ഇപ്പൊ വരാന്ന് സുധീഷ് പറയുമ്പോൾ നിധി റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചെയ്യുകയും പെർഫ്യൂം അടിക്കുകയും ഒക്കെയാണ്. കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ, 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം, പെട്ടെന്ന് വാതാ. നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയാണ്, ധൃതി പിടിക്കുന്നല്ലോ, എന്തിനായിരിക്കും വിളിച്ചത്? ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സുധീഷ്, നിന്റെ നല്ല സമയം തുടങ്ങിയടാ, അകത്തേക്ക് ചെല്ലാൻ. നിധി സുധീഷ് വരുന്നതും കാത്ത് ബെഡിൽ ഇരിക്കുകയാണ്. സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് ആ കഥ കടച്ചേക്കോ? സുധീഷ് ചോദിക്കുന്നു, എന്താ പറഞ്ഞേ? കഥ അടയ്ക്കാനെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, കഥ അടയ്ക്കാനോ? സോറി, ഞാൻ ആദ്യം കേട്ടില്ലായിരുന്നു. അങ്ങനെ സുധീഷ് കഥ അടയ്ക്കുകയാണ്. ശേഷം പുഞ്ചിരിച്ച് നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, പറയൂ നിധി. അപ്പൊ നിധി ചോദിക്കണ്ട, സുഭാഷ് എവിടാ? സുഭാഷ് ഏട്ടൻ പിന്നാമ്പുറത്തുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷിന്റെ അനിയന്മാരോ? അപ്പൊ സുധീഷ് പറയണ, അവര് പുറത്ത് നിൽപ്പുണ്ട്. നിധി ചോദിക്കണ, നമ്മൾ രണ്ടുപേരും ഇവിടെ എന്ത് സംസാരിച്ചാലും പുറത്ത് കേൾക്കില്ലല്ലോ അല്ലെ? സുധീഷ് മനസ്സിൽ പറയുകയാണ്, രാവിലെ രാശിഫലത്തിൽ നല്ല ദിവസമാണെന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു നല്ല ദിവസമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിധി ചോദിക്കണ, സുധീഷ് നമ്മൾ ഇവിടെ പറയുന്നൊന്നും അവര് കേൾക്കില്ലല്ലോ അല്ലെ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല, പതിയെ സംസാരിച്ചാലും കേൾക്കത്തില്ല, ഉറക്കെ സംസാരിച്ചാലും കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. നിധി കഥക് തുറന്ന അകത്തേക്ക് വന്നില്ലേ, ഇനി മനസ്സ് തുറന്ന് സംസാരിക്കുക, പറയൂ നിധി. അങ്ങനെ സുധീഷ് അരികിലേക്ക് വരുമ്പോൾ നിധി ടെൻഷനോട് കൂടി പിന്നോട്ടേക്ക് മാറുകയാണ്. എന്താ നിധി ഇങ്ങനെ പിന്നോട്ടേക്ക് മാറുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ? നിധി അല്ലേ വിളിച്ചെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഞാനെപ്പോ വിളിച്ചു? അപ്പൊ സുധീഷ് പറയണ, നിധി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നേ. അപ്പൊ നിധി പറയണ, അകത്തേക്ക് വരാനല്ലേ പറഞ്ഞത്, ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ. കഥ അടയ്ക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, നമ്മൾ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ കഥ അടയ്ക്കാൻ പറഞ്ഞേ. ഇത് കേട്ട് സുധീഷ് പറയണ, ഓ അങ്ങനെയാണല്ലേ, സംസാരിക്കാമല്ലോ. നിധി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയാണ്, എന്തൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നേ? നിധി ഞാനിവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ബെഡിലേക്ക് ഇരുന്ന് സുധീഷ് പറയണ, വാ നിധി, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, വന്നിരിക്കും. നിധി ദേഷ്യത്തോടു കൂടി മുഖം തിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു, എഴുന്നേക്കാം. ശരി, നമുക്ക് നിന്നോണ്ട് സംസാരിക്കാം. സാധാരണ ഞാൻ നിധിയുടെ റൂമിന്റെ വാതിലിന്റെ അരികിലേക്ക് വന്നാൽ പോലും വഴക്ക് പറയാറുണ്ട്. അന്ന് ഞാൻ അകത്ത് കയറി വന്നപ്പോൾ ബഹളം വെച്ചു. ഇപ്പൊ നിധി തന്നെ എന്നെ അകത്തേക്ക് വിളിച്ചേ. അപ്പൊ നിധി പറയണ, സുധീഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, അതിനെന്താ പറഞ്ഞോ, എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കാം, രാത്രി മുഴുവൻ നമുക്ക് സമയമുണ്ടല്ലോ, സംസാരിക്കാം. അങ്ങനെ സുധീഷ് നാണത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ? അപ്പൊ സുധീഷ് പറയണ, നിധി ആദ്യമായിട്ടല്ലേ എന്നെ റൂമിലേക്ക് ക്ഷണിച്ചത്, അത് നാണം കൊണ്ട് എന്ത് സംസാരിക്കണം എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ കുറച്ച് നാണമുണ്ട്, എന്റെ സ്വഭാവം അങ്ങനെ ആയി പോയി, ഞാൻ കുറച്ച് നെർവസാ. ഇത് കേട്ട് നിധി പറയണ, സുധീഷ് വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, ഞാൻ സുഭാഷേട്ടന്റെ കാര്യം പറയാൻ വേണ്ടി അകത്തേക്ക് വിളിച്ചേ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടന്റെ കാര്യം പറയാനോ? ഈ റൂമിലോ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, അതും ഇപ്പോഴോ? നിധി പറയുന്നു, അതെ, അന്ന് ജോർജ് എന്തോ പറയുന്നത് കേട്ട് രാത്രിക്ക് രാത്രി സുഭാഷേട്ടൻ ഈ വീട് വിട്ടുപോയി. ഇന്നും അതുപോലെ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. സുഭാഷേട്ടൻ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇന്ന് സുഭാഷേട്ടന്റെ നിശ്ചയം മുടങ്ങി, പക്ഷെ സുഭാഷേട്ടൻ സാധാരണയേക്കാൾ കൂടുതൽ ചിരിക്കുന്നു, നന്നായി സംസാരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സുധീഷിന് എന്നിട്ടും മനസ്സിലായില്ലേ? അപ്പൊ സുധീഷ് പറയണ, മനസ്സിലായി. അപ്പൊ നിധി പറയണ, സുധീഷ് സുഭാഷേട്ടനെ ഒന്ന് ശ്രദ്ധിക്കണം, അന്ന് ഉറങ്ങിയതുപോലെ ഉറങ്ങരുത്, രാത്രി മുഴുവൻ ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കണം, മനസ്സിലായോന്നാ ചോദിച്ചേ. വീട് അകത്തുനിന്ന് പൂട്ടി കീ ഒളിപ്പിച്ചു വെക്കണം, തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല, ഇന്ന് രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണം സുഭാഷേട്ടനെ. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അത് പറയാനാ ഞാൻ വിളിച്ചേ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ശരിക്കും അതിനുവേണ്ടിയാണോ വിളിച്ചേ? അതേന്താ നിധി പറയുമ്പോൾ സുധീഷ് പറയണ, കഥകൊക്കെ അടയ്ക്കാൻ പറഞ്ഞു. അതെന്താ നിധി പറയുമ്പോൾ സുധീഷ് പറയണ, പറഞ്ഞായിരുന്നല്ലോ, സുഭാഷേട്ടനും അനിയന്മാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് കഥ അടയ്ക്കാൻ പറഞ്ഞെന്ന്. ചില കാര്യങ്ങളൊക്കെ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു സുധീഷെ, ഒരുപാട് പ്രതീക്ഷിച്ചു. നിധി ചോദിക്കുന്നു, സുധീഷ് ഒന്ന് എവിടുന്ന് പോകുവോ? ഞാൻ പോണോ അല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, എനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചു. സുധീഷ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക, കഥകും അടച്ചിരിക്കുക, എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, കംഫർട്ടബിൾ ആയി തോന്നുന്നില്ല അല്ലേ? ശരി, ഞാൻ പോവാ. അപ്പൊ നിധി പറയുന്നു, പൊയ്ക്കോ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ പ്ലീസ്, ബൈ. ഞാൻ പോവാണെന്ന് പറഞ്ഞ് സുധീഷ് വാതിൽ തുറന്ന് അവിടെ നിന്ന് പോവുകയാണ്. നിധി ഓടി വന്ന വാതിലടയ്ക്കുമ്പോൾ സുധീഷ് കണ്ണടച്ച് വിഷമത്തോടു കൂടി നിൽക്കുന്നു. ഇതിനാണോ പെർഫ്യൂം ഒക്കെ അടിച്ച് മുടിയൊക്കെ ചീകി പോയത്? ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കാനാണല്ലോടാ നിന്റെ വിധി. തുടർന്ന് രാത്രി സുഭാഷ് ഉറങ്ങിയെന്ന് നോക്കുകയാണ് ഹരീഷും സുധീഷും നികേഷും. സുധീഷ് പറയുന്നു, അന്ന് ഇതുപോലെ ഉറക്കം നടിച്ച
കഴിച്ചു കിടന്നിട്ട് രാത്രി നമ്മൾ ആരും അറിയാതെ ഇറങ്ങിപ്പോയതല്ലേ? സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ ഇല്ലെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നികേഷ് പതിയെ സുഭാഷിനെ വിളിക്കുകയാണ്. നീ എന്താടാ ചെയ്യുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ വിളിച്ചു നോക്കിയതാ. നികേഷ് ശ്വാസം ഉണ്ടോന്ന് നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു നീ എന്താടാ ചെയ്യുന്നത്? സുഭാഷ് ഏട്ടൻ ഉറങ്ങിയെന്ന് നോക്കിയതാണെന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണം അതിനിങ്ങനെയാണോടാ നോക്കുന്നേ? ഉറങ്ങുന്നവര് ശ്വാസം എടുക്കില്ലേ? നിനക്ക് ആരോടാ കോളേജിൽ സീറ്റ് തന്നെ? സോറി എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണം നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരുന്ന് സംസാരിക്കാം. സുഭാഷ് ഏട്ടൻ കേട്ടാലോ? തുടർന്ന് സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് നമ്മൾ ഉറങ്ങിയാൽ അന്നത്തെ പോലെ സുഭാഷ് ഏട്ടൻ രാത്രി ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് വിഷമം നമ്മുടെ മുന്നിൽ കാണിക്കാത്തതാണെങ്കിലോ അന്നത്തെ പോലെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരും ഉറങ്ങാതെ ഇരുന്ന് സുഭാഷ് ഏട്ടനെ നോക്കണം. രാത്രി മുഴുവനോന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ വേണമെങ്കിൽ ഒരാള് 2-2.5 മണിക്കൂർ ഉറങ്ങാതിരുന്നാ മതി. 2.5 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ആളെ വിളിച്ചുണർത്തണം. അങ്ങനെ 3 പേരും കൂടി സുഭാഷ് ഏട്ടനെ നോക്കാം. അപ്പൊ ഉറക്കവും നഷ്ടപ്പെടില്ല. എല്ലാവർക്കും രാവിലെ ജോലിക്ക് പോകാനുള്ളതല്ലേ? ഇപ്പൊ സമയം 11. സുഭാഷ് ഏട്ടൻ എന്തായാലും 6 മണിക്കൊക്കെ എഴുന്നേക്കും. ഒരാള് 2.5 മണിക്കൂർ വെച്ച് ഉറങ്ങാതിരുന്നാ മതി. നികേഷ് പറയണ ഐഡിയ ഒക്കെ ഓക്കെയാ, പക്ഷെ ആരും ഉണർന്നിരിക്കും? സുധീഷ് പറയണ ഹരീഷ് ഉണ്ടല്ലോ അവൻ ഉണർന്നിരുന്നോളും. 2.5 മണിക്കൂർ ഇരുന്നാ മതി. നികേഷ് ചെറിയ പയ്യനല്ലേ, അവൻ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങാതിരിക്കട്ടെ. ആദ്യം നീ, അത് കഴിഞ്ഞ് ഞാൻ, പിന്നെ നികേഷ്. അലാറം വെച്ചിരുന്നാ മതി. ഇതിയുടെ ഹരീഷ് പറയണ അതൊക്കെ ശരിയാ, പക്ഷെ സുധീഷ് എന്നെ എഴുന്നേക്കോ? സുധീഷ് പറയണ എടാ ഞാൻ കണ്ണടച്ച് കിടക്കത്തേ ഉള്ളൂ, എന്നെ വന്ന് തൊട്ടാ മതി, ഞാൻ എഴുന്നേക്കും. നീ ഉറങ്ങില്ലല്ലോ അല്ലേ? തുടർന്ന് സുധീഷും നികേഷും സുഭാഷിന്റെ അരികിലേക്ക് ഉറങ്ങാനായി കിടക്കുകയാണ്. ഹരീഷ് ഉറങ്ങാതെ സുഭാഷിനെ നോക്കിയിരിക്കുന്നു. വെള്ളം കുടിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ഹരീഷ്. അലാറം അടിക്കുമ്പോൾ സുധീഷിനെ തട്ടി വിളിക്കുകയാണ് ഹരീഷ്. സുധീഷ് ഉണരുന്നില്ല. മുഖത്തേക്ക് ടോർച്ച് അടിച്ചൊക്കെ വിളിച്ചുണർത്താൻ നോക്കുകയാണ്. ഞാൻ നിന്നെ കൃത്യമായിട്ട് വിളിക്കാന്ന് പറഞ്ഞ് സുധീഷ് കണ്ണടച്ചു കിടക്കുകയാണ്. തട്ടി വിളിച്ചിട്ടൊന്നും സുധീഷ് എഴുന്നേൽക്കുന്നില്ല. നികേഷിനെയും തട്ടി വിളിക്കുന്നു. നികേഷും എഴുന്നേൽക്കുന്നില്ല. അവസാനം ഉറങ്ങാതിരിക്കാനാകാതെ ഹരീഷ് പായും തലോണയൊക്കെ എടുത്ത് മുൻവശത്തെ വാതിലിന്റെ അരികിലേക്ക് പോയി കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ സുഭാഷ് ഇത് കണ്ട് അരികിലേക്ക് വന്ന് ഹരീഷിനെ തട്ടി വിളിക്കുകയാണ്. ഉറക്കം ഉണർന്ന ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ പോയില്ലല്ലേ? അപ്പൊ സുഭാഷ് ചോദിക്കണം നിനക്ക് എന്താടാ പറ്റിയേ? ഉറക്കം ഉണർന്ന നികേഷ് പറയുന്നു സുധീഷ് ഏട്ടാ സുഭാഷ് ഏട്ടനെ കാണുന്നില്ല. അപ്പൊ സുധീഷ് പറയണ എടാ സുഭാഷ് ഏട്ടൻ തൊണ്ട് അവിടെ നിൽപ്പുണ്ട്. പേടിച്ചുപോയി. സുഭാഷ് അവരോട് കാര്യം അന്വേഷിക്കുമ്പോൾ സുഭാഷ് രാത്രി ഇറങ്ങി പോകുമെന്ന് പേടിച്ച് ഉറങ്ങാതെ ഇരുന്നതാണെന്നും 2.5 മണിക്കൂർ വെച്ചായിരുന്നു ഒരാൾക്ക് ഡ്യൂട്ടിയെന്നും ഉറങ്ങിപ്പോയി എന്നൊക്കെ നികേഷ് പറയുകയാണ്. ഹരീഷ് പറയുന്നു 2.5 മണിക്കൂർ, 2 നിമിഷം പോലും ഇവര് രണ്ടുപേരും ഉറങ്ങാതെ ഇരുന്നില്ല. വിളിച്ച 2 എഴുന്നേക്കില്ലായിരുന്നു. ഞാൻ എത്ര നേരം ഉണർന്നിരിക്കുക, അതുകൊണ്ടാ ഇവിടെ വന്ന് കിടന്നത്. അങ്ങനെ ഹരീഷ് സുധീഷിനെയും നികേഷിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സുഭാഷ് പറയുന്നു ഏടാ ഞാൻ അങ്ങനെയൊന്നും ഇനി എങ്ങും പോകില്ല. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഹരീഷ് പറയണ ഇങ്ങനെയൊക്കെ പറയും. സുഭാഷ് എന്നെ വിശ്വസിച്ച് ഞങ്ങൾ ഉറങ്ങിയാൽ സുഭാഷ് എന്നെ ഇറങ്ങി പോകുമല്ലോ. അപ്പൊ സുഭാഷ് പറയണ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ ഇന്ന് ഞാൻ പോവില്ല. എങ്ങനെ എനിക്ക് പോകാൻ പറ്റും? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. പോയി മുഖം കഴുകിയിട്ട് വാ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. തുടർന്ന് നികേഷ് പറയണ സുഭാഷ് എന്നെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ശരിക്കും സുഭാഷ് ഏട്ടൻ സന്തോഷത്തിലാണോ? സുധീഷ് പറയണ എടാ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? നിശ്ചയം മുടങ്ങിപ്പോയില്ലേ? കുടുംബമായിട്ട് പോയി നാണം കെട്ടിട്ട് വന്നിരിക്കുക, നോർമലായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഹരീഷ് പറയണ ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ടായിരിക്കും. സുധീഷ് പറയുന്നു ആദ്യമായിട്ട് സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ തനിച്ചു കണ്ട് കല്യാണം എല്ലാം തീരുമാനിച്ചത്, അതിങ്ങനെ മുടങ്ങിപ്പോയി. അതോർത്ത് വിഷമിക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്താണെങ്കിലും നോർമൽ ആവുന്നത് ഓക്കെയാ, പക്ഷെ എങ്ങനെ ഇപ്പോഴേ നോർമൽ ആകാൻ പറ്റും? ഇന്നലെ മുതലേ സുഭാഷ് ഏട്ടൻ നല്ല സന്തോഷത്തിലാ. അതെങ്ങനെയാണെന്നാ മനസ്സിലാകാത്ത. ഇന്നലെ അവിനാഷിന്റെ കൂടെ അല്ലേ സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് പോയത്? സുഭാഷ് ഏട്ടൻ അവിനാഷിന്റെ വീട്ടിൽ പോയെന്ന് പറയുകയും ചെയ്തു. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ തന്നെ അവിനാഷിന്റെ വീട്ടിൽ പോയി കാര്യം അന്വേഷിക്കാം. അവിടെ ചെന്നാൽ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റും. ശരിയെന്ന് അവർ പറയുമ്പോൾ സുധീഷ് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് അവിനാഷിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം കുടത്തിൽ വെള്ളവുമായി അവിടേക്ക് വന്ന ചാന്ദിനി സുധീഷിനെ കണ്ട് നാണത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു ഇതെന്താ സാധാരണ കൂടുതൽ ചിരിക്കുന്നുണ്ടല്ലോ, എന്തോ കാര്യമുണ്ട്. ക്യാ ചാന്ദിനി? ഒന്നുമില്ലെന്ന് ചാന്ദിനി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു തുമാരാ ബ്രദർ ക്യാ ക്യാ? ചാന്ദിനി പറയുന്നു അന്തർ ഹേ. പുറത്തേക്ക് ഇറങ്ങി വന്ന അവിനാഷ് പറയുന്നു ഭയ്യ അകത്തേക്ക് വാ. വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് സുധീഷ് അവിടേക്ക് ഇരിക്കുകയാണ്. ചാന്ദിനി ചായ ഉണ്ടാക്കുന്നു. ചാന്ദിനിയെ ശ്രദ്ധിക്കുന്ന സുധീഷ് പറയുകയാണ് എന്താ ഭയ്യയുടെ അനിയത്തിക്ക് ചിരിയാണല്ലോ. ഇന്നലെ സുഭാഷ് ഏട്ടൻ അവിനാഷിന്റെ ഒപ്പം ഇങ്ങോട്ട് വന്നില്ലായിരുന്നു? അപ്പം സുഭാഷ് ഏട്ടൻ ഓക്കെ ആയിരുന്നു? ഇന്നലെ മുതലേ സുഭാഷ് ഏട്ടന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വന്തികേട്. സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങള് സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷെ സാധാരണ കൂടുതൽ സുഭാഷ് ഏട്ടൻ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്താ നടന്നെന്ന് അറിയില്ല. ഇത് കേട്ട അവിനാഷും ചാന്ദിനിയും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. സുധീഷ് പറയണ നിശ്ചയം മുടങ്ങിപ്പോയി, പക്ഷെ ആ വിഷമമൊന്നും സുഭാഷ് ഏട്ടന്റെ മുഖത്തില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സുഭാഷ് ഏട്ടനോട് ചോദിച്ചു. അപ്പൊ സുഭാഷ് ഏട്ടൻ ഞാൻ നോർമലാ, എനിക്ക് ഒരു വിഷമവും ഇല്ലാന്ന് പറയുന്നു. അവിനാഷും സുഭാഷ് ഏട്ടനും നല്ല ക്ലോസ് ആണല്ലോ, അതാ അവിനാഷിനോട് എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന്. അവിനാഷ് പറയുന്നു സുധീഷ് ഭയ്യ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ചാന്ദിനി നാണത്തോടു കൂടി ചിരിക്കുമ്പോൾ സംശയത്തോടു കൂടി അവരെ നോക്കുകയാണ് സുധീഷ്. അവിനാഷ് പറയുന്നു ഇന്നലെ ഞാൻ സുഭാഷ് ഏട്ടനോടൊരു കാര്യം ചോദിച്ചു, എന്റെ അനിയത്തിയെ കെട്ടാമോന്ന്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ് സുധീഷ്. ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു ഓ ഇതിനാണല്ലേ മിസ് ചാന്ദിനി
ചാന്ദിനി നാണിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തല്ലേ? അത് ശരി. ശരിക്കും സുഭാഷേട്ടനോട് ഇങ്ങനെയാണോ ചോദിച്ചേ? അപ്പൊ അവിനാഷ് പറയുന്നു, അതെ പയ്യ, ഞാൻ ചോദിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അനിയത്തിക്ക് ഇവിടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. സുഭാഷേട്ടനെക്കാട്ടിലും നല്ലൊരാളെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സുഭാഷേട്ടനോട് അങ്ങനെ ചോദിച്ചേ. സുഭാഷേട്ടൻ എന്ത് മറുപടി പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അവിനാഷ് പറയണ, ഒന്നും പറഞ്ഞില്ല, ചിരിച്ചോണ്ട് പോയി, വേണ്ടെന്ന് പറഞ്ഞില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓ ഇതാണോ കാര്യം? ഇതുകൊണ്ടാണല്ലേ ഇന്നലെ മുതൽ സുഭാഷേട്ടൻ ചിരിച്ചോണ്ട് നടക്കുന്നത്? സന്തോഷത്തോടുകൂടി ചായ കുടിക്കുന്ന സുധീഷ് മനസ്സിൽ പറയണോ, ഓഹോ, അപ്പം ചാന്ദിനിയാണല്ലേ ഞങ്ങളുടെ ഏട്ടത്തി. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷ് സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടുകയാണ്. നികേഷും ഹരീഷും ഭാസ്കരനും നിധിയും എല്ലാം കാര്യം അന്വേഷിക്കുന്നു. ഹരീഷിനെയും നികേഷിനെയും കെട്ടിപ്പിടിക്കുകയും നിധിയുടെ കയ്യിൽ പിടിച്ച വട്ടം കറങ്ങുകയൊക്കെയാണ് സുധീഷ്. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടാ ഡാൻസ് ചെയ്യുകയാണോ? ഭാസ്കരന്റെ കയ്യിൽ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് സുധീഷ്. ഇത് കണ്ട് എല്ലാവരും കണ്ണു തള്ളി നിൽക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടാ പകലെ കുടിച്ചോ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ കുടിച്ചൊന്നുമില്ല, എനിക്ക് വലിയ സന്തോഷം, നീ സന്തോഷമായിട്ടിരിക്കും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയണ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. നിശ്ചയം മുടങ്ങിപ്പോയതില് സുഭാഷേട്ടൻ വിഷമത്തിലായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിച്ച്? നമ്മുടെ സുഭാഷേട്ടനെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുകയാ. അതുകൊണ്ടാ സുഭാഷേട്ടൻ എല്ലാവരോടും ചിരിച്ച് സംസാരിച്ചത്. നമ്മൾ ആവശ്യമില്ലാതെ അതോർത്ത് ടെൻഷൻ അടിച്ച്. ഞാനിപ്പം എവിടുന്നാ വരുന്നതെന്നറിയോ? നിധി പറയുന്നു, സസ്പെൻസ് ഇടാതെ സുധീഷ് കാര്യം പറ. അപ്പൊ സുധീഷ് പറയണ, ശരി ഞാൻ പറയാം. അന്ന് അവിനാശും സുഭാഷേട്ടനും കൂടി ഇവിടുന്ന് പോയില്ലേ, ഞാൻ എങ്ങനെയാ പറയുക? ഭാസ്കരൻ പറയണ, മോളെ ഇവൻ പറയാനൊന്നും പോകുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് സുധീഷ് ചോദിക്കണ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഇങ്ങനെ ധൃതി പിടിക്കാതെ വെയിറ്റ് ചെയ്യ്. അവിനാശും സുഭാഷേട്ടനും ഇന്നലെ ചായ കുടിക്കാനൊന്നും പോയതല്ല, കള്ളു കുടിക്കാൻ പോയതാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഒന്നും മിണ്ടാ നിൽക്കടാ. സുധീഷ് പറയുന്നു, അവര് അവിനാശിന്റെ വീട്ടിലേക്കാ പോയത്. അവിടെ വെച്ച് അവിനാശ് സുഭാഷേട്ടനോട് ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാ ഇന്നലെ സുഭാഷേട്ടൻ ഒരുപാട് സന്തോഷിച്ചത്. ഇതറിയാതെ നമ്മളോർത്തു സുഭാഷേട്ടൻ നമുക്ക് വേണ്ടി സന്തോഷം അഭിനയിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമല്ല, സുഭാഷേട്ടൻ ശരിക്കും സന്തോഷത്തിലായിരുന്നു. ഹരീഷ് പറയുന്നു, ഇപ്പൊ പോലും സുധീഷേട്ടൻ കാര്യം പറയുന്നില്ല. ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവൻ പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, പുറത്തു പോയിരുന്ന പാട്ട് കേൾക്കാനല്ലേ, ഞാനിപ്പോ പറയാം. നിധി പറയണ, സുധീഷ് ഒന്ന് പറ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ പറയാം, നിധി എന്നെ ഒരാഴ്ചത്തേക്ക് വഴക്ക് പറയില്ല എന്ന് പറ. നിധി പറയുന്നു, സുധീഷ് എന്താണെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? സുധീഷ് പറയണ, ടെൻഷൻ അടിക്കാതെ പറയാം. നികേഷ് ചോദിക്കുന്നു, എന്താ നടന്നത്? അപ്പൊ സുധീഷ് പറയണ, അവിനാഷിന്റെ വീട്ടിൽ വെച്ച് അവിനാഷ് സുഭാഷേട്ടനോടൊരു കാര്യം പറഞ്ഞു, ഒരു പ്രപ്പോസൽ. നികേഷ് ചോദിക്കുന്നു, അവിനാഷ് സുഭാഷേട്ടനെ പ്രപ്പോസ് ചെയ്തോ? സുധീഷ് പറയണ, നീ മിണ്ടരുത്. അവിനാഷ് സുഭാഷേട്ടനോട് ഒരു കാര്യം ചോദിച്ചു, അത് കേട്ട് സുഭാഷേട്ടന് വലിയ സന്തോഷമായി. എന്ത് പ്രപ്പോസൽ ആണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അത് ഞാൻ എങ്ങനെ പറയും? ഹരീഷ് പറയുന്നു, അടി കൊള്ളണ്ടെങ്കിൽ പറയുന്നുണ്ടോ സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയണ, അവിനാഷ് സുഭാഷേട്ടനോട് പറഞ്ഞു, ഈ നാടെല്ലാം സുഭാഷേട്ടൻ പെണ്ണന്വേഷിക്കുകയല്ലേ, എന്റെ പെങ്ങളെ സുഭാഷേട്ടൻ കണ്ടില്ലേന്ന്. മനസ്സിലായില്ലേ? അവിനാഷ് സ്വന്തം പെങ്ങളെ സുഭാഷേട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചു എന്ന്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, അതാണ് സുഭാഷേട്ടന്റെ സന്തോഷം. ഇന്നലത്തെ സുഭാഷേട്ടന്റെ ചിരിയുടെയും സന്തോഷത്തിന്റെയും കാരണം ഇതാണ്. ഒന്ന് പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ സത്യമാണോ പറഞ്ഞേ? അപ്പൊ സുധീഷ് പറയണ, അതേടാ, ഇന്നലെ സുഭാഷേട്ടനോട് അവിനാഷ് ചോദിച്ചു ചാന്ദിനിയെ കല്യാണം കഴിക്കുമെന്ന്. ചാന്ദിനി അത് കേട്ട് സന്തോഷിക്കുകയും നാണിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ സുഭാഷേട്ടന്റെ മനസ്സിൽ എന്തായിരിക്കും? മനസ്സിലുണ്ടായിരുന്ന വിഷമമൊക്കെ പോയി സന്തോഷമായി. സുഭാഷേട്ടൻ ഹാപ്പിയായി. സുഭാഷേട്ടൻ പുഞ്ചിരിച്ച് ഓക്കെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നത്. ചാന്ദിനിയും ചിരിച്ച് നാണിക്കുന്നു, സുഭാഷേട്ടനും നാണിച്ചിരിക്കുന്നു. ഇത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയണ, ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല. ഈ സമയം സുഭാഷ് അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ വരുന്നുണ്ട്. സുഭാഷേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് സുഭാഷിനെ എല്ലാവരുടെയും അരികിലേക്ക് കൊണ്ടുവരികയാണ് നികേഷ്. ഹരീഷ് പറയണ, സുഭാഷേട്ടനെങ്കിലും ഒരു ഭയങ്കരനാ. നികേഷ് ചോദിക്കണ, ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചു അല്ലേ? ഹരീഷ് ചോദിക്കണ, ഇന്നലെ രാത്രി എവിടെ പോയതാ? ചോദിക്കട അങ്ങോട്ടെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചമ്മലോടുകൂടി നിൽക്കുകയാണ്. ഹരീഷ് പറയണ, ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ? നികേഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നപ്പോൾ ചിരിച്ചോണ്ട് വന്നേ? ഒന്ന് ബദരി സുഭാഷ് ചോദിക്കണ, ഞാൻ ചിരിച്ചായിരുന്നോ? സുധീഷ് പറയുന്നു, ഞാൻ പറയാം. അവിനാഷിന്റെ വീട്ടിലേക്ക് പോയില്ലേ, അവിടെ ചാന്ദിനി എന്ന് പേരുള്ള ഒരു പെണ്ണില്ലേ, ആ പെണ്ണ് എന്താ പറഞ്ഞേ? സുഭാഷ് നാണത്തോടു കൂടി ചിരിക്കുമ്പോൾ നിധി കണ്ണു തള്ളി സുഭാഷിനെ നോക്കുകയാണ്. സുധീഷ് പറയണ, ചാന്ദിനിയുടെ ചേട്ടൻ അവിനാഷ് സുഭാഷേട്ടനോട് ഒരു കാര്യം പറഞ്ഞില്ലേ, അതിന് സുഭാഷേട്ടൻ എന്ത് മറുപടിയാ പറഞ്ഞേ? സുഭാഷ് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കുമ്പോൾ നിധി പറയണ, സുഭാഷേട്ടൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല കേട്ടോ. സുധീഷ് പറയണ, കൺസ്ട്രക്ഷൻ സൈറ്റില് എപ്പോ ചെന്നാലും ചാന്ദിനിയുണ്ട്, ഞാനെന്ന് ചെറുതായിട്ടൊന്ന് സംശയിച്ചതാ. സുഭാഷ് പറയുന്നു, എടാ അങ്ങനെയൊന്നുമില്ല, ഇന്നലെ അവിനാഷ് എന്തോ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ഹരീഷ് ചോദിക്കുന്നു, എന്താ ചോദിച്ചേ? സുഭാഷേട്ടൻ എന്തു പറഞ്ഞു? ഒന്നും ഇല്ലടാന്ന് പറഞ്ഞ സുഭാഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ പിടിച്ച് ഹരീഷ് പറയുന്നു, പറഞ്ഞിട്ട് പോയാ മതി. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ പറയാം, ഇന്നലെ അവിനാഷില്ലേ, അവൻ എന്നോട് ചോദിച്ചു. അങ്ങനെ സുഭാഷ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുമ്പോൾ നിക്കി സുഭാഷേട്ടാന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വരികയാണ് സുധീഷും ഹരീഷും നികേഷും നിധിയും. ചിരിച്ചുകൊണ്ട് സുഭാഷ് സൈക്കിളിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ഉറക്കെ ചോദിക്കുന്നു, അരെ ഭയ്യ, ഖാന കഴിക്കാൻ വന്നിട്ട്
ഖാന കഴിക്കാതെ പോവുകയാണോ? ഖാന നഹിയ. ഇത് കേട്ട് നിധിയും നികേഷും ഹരീഷും പൊട്ടിച്ചിരിക്കുമ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി സൈക്കിളിൽ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയണ ഇതായിരുന്നു സുഭാഷ് ഏട്ടന്റെ സന്തോഷത്തിന്റെ കാരണം. അപ്പൊ നികേഷ് പറയണ തറവാട്ടമ്പലത്തിൽ പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. ഹരീഷ് പറയണ എന്തൊരു ഓട്ടമായിരുന്നു. സുഭാഷ് ഏട്ടന്റെ സന്തോഷമാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്